ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാത്ത മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എത്രയോ അവസരമുണ്ടായിട്ടും എന്തുകൊണ്ട് നീ പുറത്തു വന്നില്ല? ഒരിക്കലും അഴിച്ചു തീരാത്ത ചില വള്ളിക്കെട്ടുകളിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. ഒരറ്റത്തു നിന്നും അഴിച്ചു തുടങ്ങുമ്പോൾ മറ്റേ അറ്റം കുടുങ്ങും. ഇത് കുറേ തവണയാകുമ്പോൾ ഇനി അഴിക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്ന് അവർ തീരുമാനിച്ചേക്കും. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഈ അഴിക്കലൊക്കെ വളരെ എളുപ്പമായി തോന്നും. അവസരമുണ്ടായിട്ടും എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന് ചോദിക്കാൻ തോന്നും. അങ്ങനെ ചോദിക്കുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എത്ര അടുപ്പമുള്ളവരായാലും അവർ നമ്മെ നോക്കിക്കാണുന്നത് എത്രയോ അകലെ നിന്നാണ്. അവർക്കറിയാത്ത ഭാഷയിലും രീതിയിലുമുള്ള ഒരു ജീവിതത്തെ വിധിക്കാൻ ശ്രമിച്ച് തോറ്റുപോകുന്നതും അവർ തന്നെയാണ്. കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കുക എന്നത് കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. പലർക്കും അതിന് ദീർഘകാലത്തെ തയ്യാറെടുപ്പും അധ്വാനവും വേണ്ടി വന്നേക്കും. എടുത്ത തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് പലതരം ത്രാസുകളിലിട്ട് പലതവണ തൂക്കി നോക്കിക്കൊണ്ടാവും പലരുടെയും പിൽക്കാല ജീവിതം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു നിമിഷം മതി. തിരിച്ചിറങ്ങാൻ ഒരുപക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടി വന്നേക്കും. സ്നേഹമെന്ന പേരിൽ വലിച്ചെറിയുന്ന, എന്തിനും നേരെ കൈനീട്ടി പോകുന്ന നിസ്സഹായരായ ഒരുപറ്റം മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആർ രാജശ്രീ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ അത് നിന്റെ കഥയായി.